എന്നും സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലാണ് പാകിസ്ഥാൻ. ഇന്ത്യയോടൊപ്പം ജനിച്ച രാഷ്ട്രത്തിൻ്റെ തലവര അതാണ്. നിരവധി സൈനിക അട്ടിമറികൾക്ക് പാകിസ്ഥാൻ വിധേയമായി. രാഷ്ട്രീയ നേതൃത്വത്തെ നിയന്ത്രിച്ചത് സൈന്യമായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇന്ത്യയുടെ സൈനിക മറുപടിയായ ഓപ്പറേഷൻ സിന്ദൂറിലും പാകിസ്ഥാൻ്റെ ദൗർബല്യങ്ങളെല്ലാം പുറത്തു വന്നു. പാകിസ്ഥാനിലെ ജനാധിപത്യ സർക്കാരിൻ്റെ തലവൻ ഷഹബാസ് ഷെരീഫ് അല്ല കാര്യങ്ങൾ നിയന്ത്രിച്ചത്, സൈനിക തലവൻ അസീം മുനീറായിരുന്നു. വീണ്ടും പാകിസ്ഥാനിൽ സൈനിക അട്ടിമറിയോ? റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന അതാണ്. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് രാജ്യം വിട്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പാകിസ്ഥാനിലെ ആദ്യ പ്രതിരോധ സേനാ മേധാവിയായി സ്വയം അവരോധിക്കാനൊരുങ്ങുകയാണ് സൈനിക മേധാവി അസീം മുനീർ. പട്ടാഭിഷേകത്തിന് തൊട്ടുമുമ്പാണ് ഷഹബാസ് ഷെരീഫ് രാജ്യം വിട്ടത്. ഭരണഘടനയുടെ 27ാം ഭേദഗതിയിലൂടെയാണ് അസീം മുനീർ പാകിസ്ഥാൻ്റെ സർവ്വ സൈന്യാധിപനായി സർവാധികാരിയായി എത്തുന്നത്. പാകിസ്ഥാൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിക മേധാവിയായി മാറുകയാണ് അസീം മുനീർ. ഈ സാഹചര്യത്തിൽ ഇനി ജനാധിപത്യ സർക്കാരിൻ്റെ ഭാവി എന്താകുമെന്ന ആശങ്കയിലാണ് പാകിസ്ഥാനും ഒപ്പം ലോകവും. ഷഹബാസ് ഷെരീഫ് ബഹ്റൈനിലേക്കും അവിടെ നിന്ന് ലണ്ടനിലേക്കും പോയതായി ANI റിപ്പോർട്ട് ചെയ്തു. നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡ് മുൻ മെമ്പർ തിലക് ദേവാഷറാണ് ഇക്കാര്യം ANIയോട് പറഞ്ഞത്. പാകിസ്ഥാൻ സൈന്യം പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും തിലക് ദേവാഷർ പറയുന്നു. അതിനിടെയാണ് ആദിയാല ജയിലിൽ തടവിൽ കഴിയുന്ന പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടെന്ന അഭിയോഗങ്ങൾ പ്രചരിക്കുന്നത്. രാജ്യത്ത് വൻ പ്രതിഷേധമാണ് ഇതേ തുടർന്ന് ഉയരുന്നത്. ഇപ്പോഴും ഇമ്രാൻ ജീവനോടെ ഉണ്ടോ എന്ന് വ്യക്തമല്ല. റാവൽപിണ്ടിയിൽ സർക്കാർ കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പൊതുചടങ്ങുകളും റാലികളും കൂടിച്ചേരലുകളും നിരോധിച്ചു. ഇമ്രാൻ്റെ പാർട്ടിയായ പാകിസ്ഥാൻ തെഹ്രീക്കെ ഇൻസാഫ് പാർട്ടിയുടെ പ്രതിഷേധം കണക്കിലെടുത്താണ് തീരുമാനം. ഇമ്രാനെ ജയിലിൽ കാണാൻ അനുവദിക്കണമെന്നും നിലവിലെ ആരോഗ്യാവസ്ഥ വെളിപ്പെടുത്തണമെന്നും പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇമ്രാൻ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടെന്നും മൃതദേഹം മാറ്റിയെന്നും അഫ്ഗാനിസ്ഥാനിലെയും ബലൂചിസ്ഥാനിലെയും ചില സമൂഹ മാധ്യമങ്ങളിൽ വാർത്ത വന്നു. തുടർന്ന് പാകിസ്ഥാനിൽ വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. വാർത്ത നിഷേധിച്ച അധികൃതർ ഇമ്രാൻഖാനെ കാണാൻ കുടുംബത്തെ അനുവദിച്ചില്ല. സർക്കാരിന് എന്തൊക്കെയോ മറച്ചു വയ്ക്കാനുള്ളതിനാലാണ് ആരെയും കാണാൻ അനുവദിക്കാത്തതെന്നാണ് തെഹ്രീക്കെ ഇൻസാഫ് നേതാക്കൾ പറയുന്നത്. ഇമ്രാനെ കാണാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ആദിയാല ജയിലിന് പുറത്ത് കാത്തുനിന്ന സഹോദരിമാരായ അലീമ ഖാൻ, ഡോക്ടർ ഉസ്മാ ഖാൻ, നോറിൻ നിയാസി എന്നിവരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുകയും മർദ്ദിക്കുകയും ചെയ്തിരുന്നു. ഇതോടെ ഇമ്രാൻ മരിച്ചതായ അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടി. പാകിസ്ഥാൻ തെഹ്രീക്കെ ഇൻസാഫ് PTI പാർട്ടിയുടെ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ജയിലിന് മുന്നിലേക്ക് ഒഴുകിയെത്തിയത്. ഒരു മാസത്തിലധികമായി കുടുംബാംഗങ്ങൾക്കോ അഭിഭാഷകർക്കോ ഇമ്രാനെ കാണാൻ അനുമതി നൽകിയിട്ടില്ല. ഇമ്രാനെ കാണാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് 3 സഹോദരിമാരും പാർട്ടി പ്രവർത്തകരും ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയുടെ മുഖ്യമന്ത്രി സൊഹാലി അഫ്രീദിയും ജയിലിന് പുറത്ത് ഏതാനും ദിവസങ്ങളായി തങ്ങുകയാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിനുത്തരവാദിയായവരെ വെറുതെ വിടില്ലെന്ന് സഹോദരിമാർ മുന്നറിയിപ്പ് നൽകി. ഇമ്രാൻ ജീവിച്ചിരിപ്പുണ്ടെന്നതിന് തെളിവ് സർക്കാർ പുറത്തുവിടണമെന്ന് മകൻ കാസിം ഖാൻ ആവശ്യപ്പെട്ടു. സുരക്ഷാ കാര്യങ്ങൾ പരിശോധിച്ച ശേഷം ഉടൻ ഇമ്രാൻഖാനെ കാണാൻ അവസരമൊരുക്കാമെന്ന് നിയമമന്ത്രി അഖിൽ മാലിക് പറഞ്ഞു. ഇമ്രാൻ പൂർണ്ണ ആരോഗ്യവാനാണെന്നും ഇക്കാര്യം അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ പാകിസ്ഥാൻ തെഹ്രീക്കെ ഇൻസാഫ് നേതൃത്വത്തെ അറിയിച്ചുവെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ 1 മാസമായി ബന്ധുക്കളെയോ പാർട്ടി പ്രവർത്തകരെയോ അദ്ദേഹത്തെ കാണാൻ അനുവദിക്കുന്നില്ല. 2 വർഷമായി ജയിലിലാണ് ഇമ്രാൻ മരണമുറിയിൽ ഏകാന്ത തടവിലാണെന്ന് കാസിം ഖാൻ പറയുന്നു. ജീവിച്ചിരിക്കുന്നുവെന്നതിൻ്റെ ഒരു തെളിവും പുറത്തുവിട്ടിട്ടില്ല. രാജ്യാന്തര സമൂഹം വിഷയത്തിൽ ഇടപെടണമെന്നും കാസിം ആവശ്യപ്പെട്ടിരുന്നു.